ഹലോ ഹായ്, ഞാൻ ഇന്ന് പാവ് ഭാജി മസാല ഉണ്ടാക്കുന്നതാണ്. ഇതിന് വേണ്ടുന്ന പൊട്ടറ്റോ, ക്യാപ്സിക്കം, ക്യാരറ്റ്, കോളിഫ്ലവർ, പച്ചപ്പട്ടാണിയാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഇതെല്ലാം കൂടെ കുക്കറിൽ ഇട്ട് നന്നായിട്ട് വേവിച്ചിട്ട് എടുക്കണം. എല്ലാം കുക്കറിൽ 3 വിസിൽ വരുന്നവരെ കുക്കറിൽ വേവിച്ചെടുക്കണം. കുറച്ച് ഉപ്പ് മാത്രം എല്ലാം കുക്കറിലിട്ട് കുറച്ച് ഉപ്പിടണം. ഉപ്പിട്ട് കഴിഞ്ഞ് കുക്കർ ഓഫാക്കി ഇതിൻ്റെ വിസിലിട്ട് വെക്കണം. അതിനുശേഷം ഇത് വെന്തതിന് ശേഷം നന്നായിട്ട് അടിച്ചെടുക്കണം. നന്നായിട്ട് ഉടച്ച് മാറ്റി വെക്കണം. പിന്നെ തക്കാളി, വെളുത്തുള്ളിയും കൂടെ മിക്സിയിലിട്ടൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. പിന്നെ ഉള്ളിയാണ് വേണ്ട. ഉള്ളി നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. ആദ്യം കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് അതിൻ്റെ അകത്ത് ബട്ടർ ഇടണം. കാരണം ബട്ടർ ഡയറക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകും. അത് കാരണം അതിൻ്റെ അകത്ത് ബട്ടറിൻ്റെ അകത്ത് ഇട്ട് അതിൻ്റെ അകത്ത് ടൊമാറ്റോയുടെ ഇത് അരച്ച് വെച്ചത്, ടൊമാറ്റോയും വെളുത്തുള്ളിയും കൂടി അരച്ച് വെച്ചത് ഇട്ടുക. നല്ലതായിട്ട് ഒന്ന് ഈ എണ്ണയിൽ വഴറ്റി ഒരു സ്മെല്ല് വരുന്ന വരെ, ഈ വെളുത്തുള്ളിൻ്റെയും തക്കാളിൻ്റെ ഒരു സ്മെല്ല് വന്ന് കഴിഞ്ഞിട്ടാകുമ്പോൾ മുളക് പൊടി ഇടുക. പിന്നെ അതിൻ്റെ അകത്ത് ഉള്ളിയും ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ച ഉള്ളിയും ഇട്ട് നന്നായിട്ട് വഴറ്റി, പിന്നെ ആ ഉള്ളീൻ്റെയും ഇതിൻ്റെ ഒരു സ്മെല്ല് ഇതായി വരുമ്പോൾ പാവ് ഭാജി മസാല അത് വെച്ച് ഒരു 350 ഗ്രാമിൻ്റെ അടുത്ത് ഉണ്ട് ടോട്ടൽ വെജിറ്റബിൾ എല്ലാം കൂടെ ചേർന്നിട്ട്. അപ്പം അതിനനുസരിച്ച് 2 സ്പൂണ് പാവ് ഭാജി മസാലയാണ് ഞാൻ ഇടുന്നത്. ഇട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി നല്ല ഇതായി സ്മെല്ല് വരും നന്നായിട്ട് പാവ് ഭാജീൻ്റെയും ഇതൊക്കെ. അത് കഴിഞ്ഞാൽ കുറച്ച് ഉപ്പ് ആദ്യമേ കുറച്ച് ഇട്ടിന്, പിന്നെ ഉപ്പ് പാകത്തിന് വീണ്ടും ഇടുക. പിന്നെ ഈ വേവിച്ച് വെച്ച സ്മാഷ് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് ഇട്ടിട്ട് നന്നായിട്ട് എല്ലാ സൈഡിലും ഇളക്കി യോജിപ്പിച്ചിട്ട് എടുക്കുക. നന്നായിട്ട് എല്ലാവരുടെയും പാത്രത്തിലൊന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇതിനകത്ത് നന്നായിട്ട് ബട്ടർ ഇട്ട് നന്നായിട്ട് എല്ലാവരുടെയും ഇളക്കി യോജിപ്പിച്ച്, എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്ത് മല്ലിയിലയും എല്ലാവരും വെതറി എടുക്കുക. പിന്നെ ബട്ടർ കുറച്ച് മുന്നേ വെക്കണം. കുറവുണ്ടെങ്കിൽ ബട്ടർ ഒന്നും കൂടി ഇട്ടിട്ട് വീണ്ടും ബട്ടർ ഇട്ടിട്ട് നന്നായിട്ട് എല്ലാവരുടെയും ബട്ടർ ഒന്ന് മെൽട്ടാകുന്നവരെ എല്ലാവരുടെയും ഇളക്കി ചേർക്കണം. എല്ലാവരും നന്നായിട്ട് ഇളക്കി ചേർക്കണം. പിന്നെ ഇതിന് റെഡിയായി. ഇനി ഇത് പ്ലേറ്റിൽ സെർവ് ചെയ്യുക. ഈ ഇത് പാവ് നമ്മൾ ബട്ടർ ഇട്ടിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ബട്ടർ ഡയറക്റ്റ് ഇടുന്നതുകൊണ്ട് ഇങ്ങനെ കറുത്ത് വരുന്നത്. കുറച്ച് എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കറക്കില്ല. പാവ് ഒന്ന് ബട്ടറിൽ ഇത് സെർവ് ചെയ്യുക പ്ലേറ്റിലേക്ക്. ഇതിനകത്ത് കുറച്ച് പാവ് ഭാജി, പിന്നെ ചെറുത് ചോപ്പ് ചെയ്ത കാന്ത, ഒരു കഷ്ണം